ഈസ്റ്റർ ഒരു പേഗൻ ദേവതാരാധനയോ? ഈ വിഷയത്തിൽ നമ്മൾ ചെയ്ത മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈസ്റ്റർ എന്ന പേരിനെ കുറിച്ചാണ്. എന്താണ് ഈസ്റ്റർ എന്ന പേരിന്റെ യഥാർത്ഥ അർത്ഥം? എവിടെ നിന്നാണ് ഈ പേര് വരുന്നത്? ഇനി വല്ല പേഗൻ ദേവതകളുമായിട്ടുള്ള ഒസ്റ്റാരയുടെയോ ഇയോസ്ട്രയുടെയോ ഇഷ്താറിന്റെയോ പേരിൽ നിന്നുമാണോ ഈസ്റ്റർ എന്നുള്ള ഈ പേര് വരുന്നത്? ഈ വാക്കിന് വല്ല പേഗൻ ബന്ധവുമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിശ്രമിക്കുക. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈസ്റ്റർ എന്ന് നമുക്കൊന്ന് കാണാം. ക്രിസ്തു തൻ്റെ മരണത്തിന് ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ അനുസ്മരണമാണ് ഈസ്റ്റർ അല്ലെങ്കിൽ പാസ്ക. യേശുവിൻ്റെ ഈ പുനരുത്ഥാനം പേഗൻ ദേവതാ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതെങ്കിലും പ്രൊട്ടസ്റ്റന്റുകാരനോ പന്തക്കുസ്തക്കാരനോ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. സത്യത്തിൽ ഈസ്റ്റർ എന്ന ഈ ആഘോഷം യഹൂദരുടെ പെസഹ എന്ന ആഘോഷവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്താണ് ഈ പെസഹ? ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചിതരായതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഉത്സവമാണ് പെസഹ. 10 ബാധകൾ ഈജിപ്തിലുണ്ടാകുമ്പോൾ ഈജിപ്തിലെ ആദ്യ ജാതരെ ദൈവം സംഹരിക്കുമ്പോൾ ഇസ്രായേൽ ജനതയുടെ വീടുകളെ ദൈവം സംരക്ഷിക്കുന്നു. അതായത് ദൈവം ആ വീടുകളെ കടന്നുപോയി. ഹി പാസ്ഡ് ഓവർ. അതാണ് യഹൂദരുടെ പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ. ജൂത കലണ്ടറിൽ നിസാൻ മാസം 15-ാം തീയതിയാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. അതായത് നിസാൻ മാസം 14-ാം തീയതി രാത്രി ഈവനിങ് തൊട്ട് തുടങ്ങും. ബൈബിളിലേക്ക് നോക്കിയാൽ യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കുന്നത് കാണാം. ഇതിനെയാണ് നമ്മൾ അന്ത്യ അത്താഴം എന്ന് വിളിക്കുന്നത്. ഈ അന്ത്യ അത്താഴത്തിന് ശേഷം, അതായത് പെസഹ ആഘോഷങ്ങൾക്ക് ശേഷം തൊട്ടു പിന്നാലെയാണ് യേശു ക്രൂശിക്കപ്പെടുന്നതും മരിക്കുന്നതും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ആഘോഷത്തിന്റെ ഉത്സവത്തിനോ ഇത് ആഘോഷിക്കുന്ന തീയതിക്കോ യാതൊരുവിധ പേഗൻ ബന്ധവും ഇല്ല. പിന്നെ എവിടെയാണ് ആശയക്കുഴപ്പം വരുന്നത്? ഈസ്റ്റർ എന്ന ഇംഗ്ലീഷ് വാക്കിനെ ചുറ്റിപ്പറ്റിയാണ് കൺഫ്യൂഷൻസ്. ഇത് നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കാം. നമുക്കറിയാം, ഈസ്റ്റർ ആയാലും പെസഹ ആയാലും അത് ക്രൈസ്തവർ ആഘോഷിച്ചു തുടങ്ങിയത് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെയാണ്. അതിൻ്റെ ചരിത്രപരമായ തെളിവുകൾ വിശദമായിട്ട് വേറെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഈസ്റ്റർ എന്ന ഇംഗ്ലീഷ് വാക്ക് ആ കാലഘട്ടത്തിലൊന്നും നിലവിലായിരുന്നു. കാരണം ഇംഗ്ലീഷ് എന്ന ഭാഷയെ അന്ന് നിലവിലില്ലായിരുന്നു. ഇംഗ്ലീഷ് എന്ന ഭാഷ തന്നെ രൂപപ്പെടുന്നത് 6-7 നൂറ്റാണ്ടുകളോടുകൂടിയൊക്കെയാണ്. അപ്പോൾ ആദ്യകാല ക്രൈസ്തവർ ഈ ഉയർപ്പ് തിരുനാളിനെ എന്താണ് വിളിച്ചിരുന്നത്? ഗ്രീക്കിലും ലാറ്റിനിലുമൊക്കെ പാസ്ക എന്നാണ് വിളിച്ചിരുന്നത്. ഇത് ഹീബ്രു വാക്കായിട്ടുള്ള പെസഹ് എന്ന വാക്കിൽ നിന്നുമാണ് വരുന്നത്. ഇന്നും ലോകത്തിലെ ഭൂരിഭാഗം ഭാഷകളിലും പാസ്ക എന്ന പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് സ്പാനിഷിൽ പാക്വ, ഇറ്റാലിയനിൽ പാക്വ, ഫ്രഞ്ചിൽ പാക്കസ്, റൊമാനിയൻ പോലെയുള്ള ചില ഭാഷകളിൽ പുനരുദ്ധാനം എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ നമ്മൾ ഉയർപ്പ് ഞായർ എന്നൊക്കെ പറയും, ഉയർപ്പ് തിരുനാൾ എന്ന് പറയും. ചുരുക്കത്തിൽ ഇംഗ്ലീഷിലും ജർമ്മനിൽ ഓസ്റ്ററും ഒഴികെ മിക്ക യൂറോപ്യൻ ഭാഷകളിലും ഇതിനെ പാസ്ക എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി ഈസ്റ്റർ എന്നുള്ള ഈ പേര് വല്ല പേഗൻ ദേവതയുടെയും പേരിൽ നിന്നാണോ വരുന്നത്? ഇയോസ്ട്രേ, ഒസ്റ്റാര, ഇഷ്താർ അങ്ങനെ ഏതെങ്കിലും? 19-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ഹിസ്ലോപ്പ് എന്ന പ്രൊട്ടസ്റ്റന്റുകാരനാണ് തൻ്റെ 2 ബാബിലോൺസ് എന്ന പുസ്തകത്തിലൂടെ ഇത്തരം കോൺസ്പിറസി തിയറികൾ ഉയർത്തിക്കൊണ്ടുവന്നത്. വളരെ വിശദമായി തന്നെ ഈ 2 അവകാശവാദങ്ങളെയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൊളിച്ചടുക്കിയിരുന്നു. ഈ വാദങ്ങൾക്ക് ചരിത്രപരമായോ ഭാഷാപരമായോ യാതൊരു തെളിവുമില്ല എന്നതാണ് സത്യം. ഹിസ്ലോപ്പിന്റെ പ്രധാന യുക്തി പേരുകളിലെ സാമ്യം മാത്രമാണ്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ബൈബിളിലെ എസ്തേർ എന്ന പേരിനും ഇതേ സാമ്യമില്ലേ? അതുകൊണ്ട് ബൈബിളിലെ എസ്തേർ ഒരു പേഗൻ ദേവതയാണെന്ന് ഏതെങ്കിലും പന്തക്കുസ്തക്കാരൻ പറയുമോ? എന്നാൽ പറയുന്നവരുണ്ട്, യുക്തിവാദികൾ. അത് പന്തക്കുസ്തക്കാരെ നിങ്ങൾ വടി കൊടുത്ത് അടി മേടിച്ചത്. പ്രിയപ്പെട്ട പന്തക്കുസ്തക്കാരെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഇത്തരം പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത് കൊണ്ടാണ് ബൈബിളിലെ എസ്തേറിന് എന്തോ പേഗൻ റൂട്ട്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് യുക്തിവാദികൾ വരാൻ കാരണം. പല ഭാഷകളിലും ഒരേ ശബ്ദമുള്ള വാക്കുകൾ പലയിടത്തും കാണാം. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ പോലെയുള്ള വാക്കുകൾ ഒരേ റൂട്ടിൽ നിന്നുള്ളതാണ്. എന്നാൽ സമാന ശബ്ദമുള്ള മറ്റൊരു വാക്കുണ്ട്, ഹോസ്റ്റൈൽ. പക്ഷേ ഇതിൻ്റെ അർത്ഥവും റൂട്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഹോസ്റ്റൈൽ എന്ന ഇംഗ്ലീഷ് വാക്കിന് ഹോസ്റ്റൽ എന്ന ഇംഗ്ലീഷ് വാക്കുമായിട്ട് വളരെ സാമ്യമുണ്ടെങ്കിലും അവയുടെ റൂട്ട് വ്യത്യസ്തമാണ്, അർത്ഥവും വിപരീതമാണ്. ഹിസ്ലോപ്പിൻ്റെ ഇതേ വാദങ്ങൾ പിന്തുടർന്ന റാൽഫ് വുഡ്രോ പിന്നീട് തൻ്റെ തെറ്റ് തിരുത്തുകയും തൻ്റെ പുസ്തകം പിൻവലിക്കുകയും ചെയ്തു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. വുഡ്രോ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. മക്ഡൊണാൾഡ്സിൻ്റെ ചിഹ്നം ഒരു ആർച്ചാണ്. പഴയ ബാബിലോണിലും ആർച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് മക്ഡൊണാൾഡ് ബാബിലോണിയൻ മതമാണ്. അത്രയും ബാലിശമാണ് ഈസ്റ്ററിനെ ഇഷ്താറുമായി ബന്ധിപ്പിക്കുന്ന വാദങ്ങൾ. യഥാർത്ഥത്തിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ജർമ്മനിയിൽ ഓസ്റ്റർ എന്നിങ്ങനെയുള്ള വാക്കുകൾക്ക്
പെസഹ സമയം എന്ന് മാത്രമാണ് അർത്ഥം. ഇതിന് തെളിവായിട്ട് പഴയ ബൈബിൾ വിവർത്തനങ്ങൾ നോക്കിയാൽ മാത്രം മതി. 1500കളിൽ പുറത്തിറങ്ങിയ മാർട്ടിൻ ലൂതറിന്റെ ജർമ്മൻ ബൈബിളിലും പ്രശസ്തമായ കിങ് ജെയിംസ് വേർഷനുകളിലും ഈസ്റ്റർ അതുപോലെ ഓസ്റ്റർ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് പെസഹ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഈ പേഗൻ വാദവും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന പന്തക്കോസ്താക്കാർ സ്വന്തം KJV ബൈബിൾ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പസ്തോല പ്രവർത്തികൾ 12:4 ഹെറോദോസ് പത്രോസിനെ തടവിലാക്കുന്നത് പെസഹ കഴിഞ്ഞ് അവനെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് എന്നാണ് പറയുന്നത്. അവിടെ KJV ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈസ്റ്റർ എന്നാണ്. അതിനർത്ഥം 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഈസ്റ്റർ എന്ന വാക്ക് പെസഹ എന്ന വാക്കിന് പകരം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് എന്നാണ്. അല്ലാതെ ഏതെങ്കിലും പേഗൻ ദേവതയുടെ പേരല്ല ഇത്. ഇനി ഈസ്റ്റർ എന്ന ഈ പേര് എവിടെ നിന്ന് വരുന്നു എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 7-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനും കത്തോലിക്ക പുരോഹിതനുമായിരുന്ന വെനറബിൾ ബീഡിന്റെ എഴുത്തുകളിൽ നിന്നുമാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത്. ഇന്നത്തെ ഏപ്രിൽ മാസത്തിന് തത്തുല്യമായി അന്നത്തെ ആംഗ്ലോ സാക്സൺ വിഭാഗക്കാരുടെ കലണ്ടറിൽ ഈസ്റ്റർ മൊണാപ്പ് എന്നൊരു മാസമുണ്ടായിരുന്നു. സാധാരണയായി ഈ ഒരു മാസത്തിലാണ് ഈസ്റ്റർ തിരുനാൾ വന്നിരുന്നത്. അങ്ങനെ ആ മാസത്തിന്റെ പേര്, ഈസ്റ്റർ മൊണാപ്പ് എന്ന മാസത്തിന്റെ പേര് ഉയിർപ്പ് തിരുനാളിന് വന്നതാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉയിർപ്പ് തിരുനാളിന്റെ പേര് ഈസ്റ്റർ എന്നായി മാറുന്നത്. എന്നാൽ മറ്റൊരു ചോദ്യം, ഈസ്റ്റർ മൊണാപ്പ് എന്ന ആ മാസത്തിന് ആ പേര് എങ്ങനെ വന്നു? അതിന് വെനറബിൾ ബീഡ് നൽകുന്നൊരു വിശദീകരണം, പണ്ട് യോസ്ട്ര എന്നൊരു ദേവതയുണ്ടായിരുന്നു. ആ ദേവതയുടെ പേരിൽ ഈ മാസത്തിൽ ആഘോഷങ്ങൾ നടന്നിരുന്നു. ആ ദേവതയുടെ പേരിൽ നിന്നുമാണ് ഈ മാസത്തിന് പേര് വന്നത് എന്നാണ്. എന്നാൽ ആധുനിക ചരിത്രകാരന്മാർ ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ ഇയോസ്ട്ര എന്ന ദേവതയെക്കുറിച്ച് ചരിത്രത്തിൽ മറ്റൊരിടത്തും പരാമർശമില്ല. ബീഡ് പോലും നേരിട്ടുള്ള അറിവിൽ നിന്നല്ല ഇത് പറയുന്നത്. കേട്ടുകേൾവിയുടെയോ സ്വന്തം ഭാവനയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ദേവതയുടെ രൂപം എങ്ങനെയാണ്, ആരാണ് ഇവരെ ആരാധിച്ചിരുന്നത്, എങ്ങനെയാണ് ഇവരെ ആരാധിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ഇൻഫർമേഷനും ചരിത്രത്തിലില്ല. ആർക്കിയോളജിക്കലായിട്ട് ഒരു തെളിവുകളുമില്ല. ഈ മാസത്തിന് ഈ ഒരു പേര് വരാൻ മറ്റു പല കാരണങ്ങളും ഉണ്ടാവാം. ഉദാഹരണത്തിന് ഭാഷാ പഠനം അനുസരിച്ച്, ലിംഗ്വിസ്റ്റിക് സ്റ്റഡി അനുസരിച്ച് യോസ്ട്രേ എന്ന ഈ വാക്ക് ഈസ്റ്റ്, കിഴക്കെന്ന അർത്ഥം വരുന്ന ഈസ്റ്റ് എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ പ്രഭാതത്തിൻ്റെ ദേവതാ സങ്കല്പങ്ങളായിട്ടുള്ള ഗ്രീക്കിലെ ഇയോസുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉഷസ്സുമായിട്ടോ ഉള്ള ബന്ധത്തിൽ നിന്നായിരിക്കാം ഈ മാസത്തിന് ഈ പേര് വന്നത് എന്ന് ചില ചരിത്രകാരന്മാർ, ചില പണ്ഡിതർ അനുമാനിക്കുന്നു. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കിഴക്ക് ഭാഗം എന്ന അർത്ഥം വരുന്ന ഇൻ ദ ഈസ്റ്റ് എന്ന അർത്ഥത്തിൽ ഒരു റീജിയണൽ ഐഡന്റിറ്റി ആയിട്ടായിരിക്കാം ഈ പേര് വരുന്നതെന്നും പലരും അനുമാനിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും ഊഹാപോഹങ്ങൾ എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ ഈസ്റ്റ് എന്ന വാക്കുമായിട്ട് ഈ മാസത്തിൻ്റെ പേരായിട്ടുള്ള ഈസ്റ്റർ മൊണാപ്പിന് ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ നേർ കിഴക്കുദിക്കുന്ന ഇക്വിനോക്സിനനുബന്ധിച്ച മാസമാണിത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈസ്റ്റർ മൊണാപ്പ് എന്ന പേര് ഈ മാസത്തിന് വരുന്നത്. ഏതായാലും ഈ മാസത്തിൻ്റെ പേരിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് നമുക്ക് കാര്യമായ ധാരണയില്ലെങ്കിലും ഈസ്റ്റർ മൊണാപ്പ് എന്ന മാസത്തിൽ ആഘോഷിക്കുന്നത് കൊണ്ടാണ് ഉയിർപ്പ് തിരുനാളിന് ഇംഗ്ലീഷിൽ ആ പേര് വന്നത് എന്നത് വളരെ വ്യക്തമാണ്. അല്ലാതെ ഏതെങ്കിലും പേഗൻ ദേവതയെ ആരാധിക്കുന്നുകൊണ്ടല്ല.